നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നൊരു സിനിമ, അത് പുതിയൊരു സിനിമയൊന്നുമല്ല, ഒരു 6 മാസം പഴക്കമുള്ള ഒരു ചിത്രമാണ്. ഓണത്തിനായിരുന്നു ഈ സിനിമ റിലീസായിട്ടുണ്ടായത്, ബാഡ് ബോയ്സ്. അത് ഈ സിനിമയുടെ റിവ്യൂ ഇട്ടതിൻ്റെ പേരിൽ റിവ്യൂ ഇട്ട പല ആൾക്കാർക്ക് ഭീഷണികളുണ്ടാവുകയും സിനിമ എന്തിനാണ് ഡീഗ്രേഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫൈനലി ഈ സിനിമ ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ഇപ്പം പഴയ പോലല്ല, സിനിമ ഇറങ്ങിയിട്ട് ഉടനെ ഒന്നും OTT വരാറില്ല. ഒരുപാട് തന്നെ സെയിലും എനിക്കൊന്ന് ഒരുപാട് ബാർഗനിങ് കഴിഞ്ഞിട്ടാണ് ഇപ്പം നോർമലി OTT ഒരു സിനിമ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമ ഞാൻ കണ്ടു. എന്തിനാ കണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനങ്ങ് കണ്ടുപോയി. കാര്യം ഇതിനെക്കുറിച്ച് ആ സമയത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനത് കണ്ടു നോക്കിയത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സ്പൂഫ് പോലൊക്കെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ട് എന്തൊക്കെയോ ആയിപ്പോയൊരു സിനിമയാണ്. ഇതിൻ്റെ ഞാൻ കുറച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. രമേഷ് പിഷാരടി ചെയ്ത കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിനിമയുടെ ഒരു നിലവാരം വെച്ച് നോക്കിക്കഴിയുമ്പോൾ ആ ക്യാരക്ടേഴ്സ് ചെയ്ത കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. അതായത് അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ യിലുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലരുടെ റെഫറൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അശ്വന്ത് ഗോക്കിൻ്റെ റെഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അലൻ ജോസ് പെരേര, നമ്മുടെ ആറാട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാതുള്ള സിനിമയിൽ തന്നെ ഉള്ള ഐ മീൻ സിനിമയിലെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ബാല, അതുപോലെ പഴയകാല നടന്മാർ, നമ്മുടെ ആളുടെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ആരാ ഭീമൻ രഘു, ബാബു ആന്റണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. ശങ്കർ ഉണ്ടായിരുന്നു. പിന്നെ പല സിനിമകളിലും ട്രോളുകളിലും വന്നിട്ടുണ്ട്, റെഫറൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ട്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എൻജോയ് ചെയ്തു. നമുക്ക് ഗിൽറ്റി പ്ലഷർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് രസമുണ്ടായിരുന്നു അതൊക്കെ. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങ് വലിച്ച് നീട്ടി 2.5 മണിക്കൂർ സിനിമ, അത് തീരുന്നില്ല. അതിനകത്ത് കഥയ്ക്കൊരു ഗ്രിപ്പിംഗ് ഇല്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അതായത് ഒരുപാട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ലാസ്റ്റ് എവിടുന്നോ എന്തൊക്കെയോ ഇമോഷണൽ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ മൊത്തത്തിലൊരു കാഞ്ഞ പടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇനി ആ സമയത്ത് എന്തിനാണ് ഈ റിവ്യൂ പറഞ്ഞവരെയൊക്കെ ഇങ്ങനെ ഇടിക്കാനും കൊല്ലാനൊക്കെ പോയെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഈ സിനിമ ഭയങ്കര നല്ലൊരു പടമാണ്. കാര്യം ചില സംഭവമൊക്കെ കൊള്ളാതെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ റീല് കാണത്തില്ല. നമ്മൾ ഈ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കാണുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ രസമായിരിക്കും. കുറച്ച് കോമഡികളൊക്കെ കിട്ടും. പിന്നെ അത് മാറ്റി കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും വരും. അതായത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ വരുന്ന സംഭവം ഉണ്ടല്ലോ. പിന്നെ ഇതിന്റെ കോർ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. കോർ ഐഡിയ ഇതായിരുന്നു. ഒരു ഗുണ്ടയായിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരാള് പിന്നൊരു ഗുണ്ടയായിട്ടൊക്കെ മാറുന്നു. അപ്പോൾ അയാൾക്ക് കുറെ ടീമൊക്കെ ഉണ്ടാവുന്നു. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ വലിച്ച് നീട്ടി 2 മണിക്കൂർ കൊണ്ടുവന്നിട്ട് ആകെ അലമ്പാക്കിയിട്ട് മതി. എനിക്ക് അത് ടൈറ്റാക്കി വെക്കുവായിരുന്നെങ്കിൽ 2 മണിക്കൂറിനുള്ളിലൊക്കെ ഉള്ളിലൊക്കെ നല്ല കോമഡിയൊക്കെ മാത്രം വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് കളയുമായിരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോയേനെയായിരുന്നു. കാര്യം അത്യാവശ്യം നല്ലതെന്ന് വെച്ചാൽ അത്യാവശ്യം ആ ഒരു ഒമർ ലുലു സ്റ്റാൻഡേർഡിൽ നമുക്ക് കണ്ട് രസിക്കാൻ പറ്റിയേനായിരുന്നു. കാര്യം ഇതിലെ പല സീനുകളും ഒരുപാട് നേരം നീണ്ടു പോകുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് കച്ചറ കോമഡി വരുന്നുണ്ട്. അത് ചിലതൊക്കെ വർക്കാവും, ചിലതൊന്നും വർക്കാവത്തില്ല. ഇങ്ങനെ നീണ്ടു കിടക്കും. അതാണ്. പിന്നെ ഞാനിപ്പോൾ ഈ റിവ്യൂ ഇടാൻ കാര്യം വെച്ചാൽ എന്തായാലും ഇത് OTT റിലീസായിട്ടുണ്ട്. ഒരുപാട് പേരൊന്നും മേ ബി സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കാണാൻ പോകുന്നുണ്ട്. സമയം ഒരുപാടങ്ങോട്ട് വേസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഇത് കാണേണ്ട ഒരാവശ്യമില്ല. ഭയങ്കര അലമ്പാണ്. ചുമ്മാ ഇങ്ങനെ വെറുപ്പിക്കുക. കൂടുതൽ മൂവി റിവ്യൂസും റിയാക്ഷൻസിനും വേണ്ടി പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.